കൂടി വാങ്ങുകയാണെന്ന് വിചാരിച്ചോളി. അയൽവക്കത്ത് ഒരു ഇന്നോവ ഉള്ള ആള് ഒരു വണ്ടിയും കൂടി, ഒരു അൾട്ടോ 800 കൂടി വാങ്ങുകയാണെന്ന് വിചാരിച്ചോളി. ഓനൊക്കെ പൈസ ഊരമ്മ വിലങ്ങിന് കുത്തിയിട്ടുള്ള കുഴപ്പമാണ് അറിയാം നമ്മള്. ഹസതാണ്, അത് അസൂയ. ഓനെ 2 ആവശ്യമുണ്ടെങ്കിൽ ഓൻ വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇപ്പം എവിടുക്കാ പോൻ്റെ മതിലിപ്പാ ഓനാ ഉയർത്തിങ്ങാണ്ട് പൈൻ്റ് അടിക്കണത് മരിച്ചു പോകാനുള്ള തടിയാന്നൊരു ഓർമ്മയില്ലല്ലോ. ഇവനുണ്ടായോക്കണ്ട ബന്ധ കാട്ടാന്ന് അറിയണമെങ്കിൽ, അല്ല ഓനൊന്ന് കായുണ്ടായോക്കണ്ട. ഇതൊക്കെ ഹസതാണ്, അല്ലാതൊന്നുമല്ല. അസൂയ എന്നാണ് അതിൻ്റെ പേര്. അസൂയ നന്മകളെ തിന്നും. ഏതുപോലെ അഗ്നി വിറകിനെ തിന്നും പ്രകാരം അസൂയ നന്മകളെ തിന്നുമെന്ന് മുഹമ്മദ് നബി. അത് ഹസനാത്തുകളെ അത് തിന്നുകൊണ്ടിരിക്കും. അസൂയ ഒന്നിനും പരിഹാരമല്ല. അപ്പം നമുക്ക് ഉണ്ടോയെന്ന് നമ്മൾ ആലോചിക്കണം. ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം, അതിനെ കഴുകി വൃത്തിയാക്കണം. അതൊരു നലാഫത്താണ്, ഒരു വൃത്തിയാക്കലാണ് അസൂയ. കിബിറുണ്ട് നമുക്ക്. കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, ഉള്ളിലുള്ള അഹങ്കാരം. ഉജ്ബ് എന്ന് പറഞ്ഞാൽ ഉൾനാട്യമാണ്. അഹങ്കാരം പുറത്ത് കാണൂല, ഉജ്ബ് പുറത്തേക്ക് കാണും. ഉൾനാട്യം പുറത്തേക്ക് കാണും, അഹങ്കാരം ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ഞാൻ എന്ന ചിന്താഗതി, അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഞാനൊക്കെ ഇപ്പം അത്യാവശ്യം തരക്കടില്ലാത്ത വിനയുള്ള ആളെന്നെന്ന് ഒരാൾക്ക് തോന്നിയെന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പം അത്യാവശ്യം വിനയുള്ള ആളാന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് ഏറ്റവും വലിയ അഹങ്കാരമാകുന്നു. വിനയം കൊണ്ടുള്ള അഹങ്കാരം എന്നാണ് അതിൻ്റെ പേര്. 10 അഹങ്കാരങ്ങളുണ്ട് എന്നാണ്. അതിൽ 10ാമത്തെ അഹങ്കാരമാണ് വിനയം കൊണ്ട് അഹങ്കരിക്കുക. എനിക്കിപ്പോൾ അത്യാവശ്യം വിനയുള്ള ആളാണ് എന്ന് തോന്നിയാൽ ഓൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും കിബിറുള്ള ആള്. അതാണ് സംഗതി. അതുകൊണ്ട് നമുക്ക് കിബിറുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. പലതുകൊണ്ടും കിബിറുണ്ട്. വിവരം കൊണ്ടുള്ള കിബിറുണ്ട്, ഇബാദത്ത് കൊണ്ടുള്ള കിബിറുണ്ട്. ചില പള്ളിക്ക് അങ്ങനെ വായതറിയാൻ ചെന്നാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും, നിക്കരിച്ചാത്ത കുറേ ചെക്കന്മാരുണ്ട്, ഓലെ പറ്റിയൊന്നും നല്ലോണം പറയുണ്ടോ എന്ന്. ഇവന് നിക്കാരക്കാരനെന്നുള്ള കിബറാണ്, എല്ലാം ഒന്നുമല്ല സംഗതി. ഇവന് സത്യത്തിലുള്ള എന്താ, ഞാൻ ഒരു നിക്കരിച്ച ആളാണ് എന്ന്. ആ അഹങ്കാരാണ് യഥാർത്ഥത്തിലുള്ളത്. അല്ലാതെ മറ്റോ നിക്കരിച്ചാത്തയുള്ള സങ്കടമൊന്നും അല്ല ഉള്ളത്. ഇതന്നെ സംഗതി. ആണുങ്ങൾ പറയും പെണ്ണുങ്ങളെ പറ്റി നല്ലോണം പറയുണ്ടോ എന്ന്. ഓനോനെ ആണാണ് എന്നുള്ള അഹങ്കാരാണുള്ളത്, എല്ലാം ഒന്നുമില്ല. ഇതന്നെ സംഗതി. സക്കാത്ത് കൊടുക്കാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, ഓലെ പറ്റി നല്ലോണം ഒന്ന് പറയുണ്ടോ. എന്തേ കാര്യം? 25,000 വരി നിർത്തിങ്ങാണ്ട് ഇങ്ങനെ പൗപ്പത്തിൻ്റെ നോട്ട് കൊടുക്കലുണ്ട് എന്നുള്ളത് അതിൻ്റെ അഹങ്കാരമല്ല. എന്താ സംഗതി? നമ്മൾ വേറെയുള്ളവരെ പറ്റി പറയുമ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കണം, എവിടുന്നാണ് ഈ പറച്ചിൽ വരുന്നത്. ഈ പറച്ചിൽ എവിടുന്നാണ് വരുന്നത്? അതല്പം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കൊള്ളുന്നില്ല. സംഘാടകർ പരിപാടി കേൾക്കൂലല്ലോ. ഇവിടെ അല്ല, പൊതുവെ നിങ്ങൾ എവിടെ ചെന്നാലും നോക്കിക്കൊണ്ടും പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാർ പരിപാടി വെക്കൂല. അതെന്തേ? ഓരിപ്പോൾ അത്യാവശ്യം നേരായ ആൾക്കാരാണല്ലോ. ഇനി പിന്നെ നാട്ടുകാരൊക്കെ ഇങ്ങനെ കേട്ടോ ഓരിങ്ങനെ 10 വെട്ടിയാണ്ട് ആണ്ട് വിട്ട് നടക്കും. തസ്കിയത്ത് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ആൾക്കാർ. തസ്കിയത്ത് ക്യാമ്പ്, നോമ്പ് തുറക്കണതിന് മുമ്പ് അസറിൻ്റെ ശേഷം തസ്കിയത്ത് പ്രഭാഷണം, ഡോക്ടർ സാലിം ഫൈസി കുളത്തൂർ പ്രസംഗം. എന്നിട്ട് പ്രധാനപ്പെട്ട സംഘാടകരൊക്കെ എന്തേക്കാരം കാട്ടുക, ഓല അപ്പുറത്ത് 10 വെട്ടുക. ഓലൊക്കെ തസ്കിയത്ത് കിട്ടിയ വലിയ ആൾക്കാരല്ലേ. കുറച്ച് തസ്കിയത്ത് ഇല്ലാത്ത കുറച്ച് ആൾക്കാരെ നോമ്പ് തുറക്കാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. ഓൽക്ക് തസ്കിയത്ത് പ്രഭാഷണം. മറ്റവരൊക്കെ ഭയങ്കര മുസക്കികളല്ലേ. ഓൽക്കൊക്കെ ഇനി വേറുള്ളവരെ തസ്കിയത്ത് ചെയ്യാനുള്ള യോഗ്യത വരണ്ട് എന്നാണ് ഓല തോന്നൽ. നമ്മളൊന്നും നേരാവേണ്ട. ആദ്യം ഞാനൊരു പരിപാടി നടത്തുന്നത് ആദ്യം എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, സംഘാടകന് കേൾക്കാനായിരിക്കണം പരിപാടി. ബാക്കിയുള്ളവർ കേൾക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ, വരട്ടെ, വരാതിരിക്കട്ടെ, എന്താ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ലല്ലോ. അപ്പം ആദ്യം നമ്മളൊന്നുകൊണ്ട് ക്ലിയർ ആവണം. മനസ്സിനെ മോശം വിചാരങ്ങളിൽ നിന്നും ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്നും ശുദ്ധമാവണം. ഈ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു. ഒരിക്കൽ അബൂജാഹിലിൻ്റെ പേരിലൊരു സൽക്കാരം ഉണ്ടായി, ലഅനത്തുല്ലാഹി അലൈഹി. കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്, നബി തങ്ങളെയും വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പോകാനും തീരുമാനിച്ചു. അങ്ങനെ ഉച്ചക്കാണ് സൽക്കാരം. സൽക്കാരത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോൾ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, എവിടേക്കാപ്പം ഇന്ന് പോണു ചോദിച്ചു.
അതിൽ പറഞ്ഞു നമ്മൾ അബൂജാലിൻ്റെ അവിടെ ഒരു സൽക്കാരം ഉണ്ട്, അവിടേക്ക് പോവുകയാണ്. ഞാനും പുറത്തു ചോദിച്ചു, ആ നിങ്ങളും പോന്നോളി പറഞ്ഞു. അതിന് രണ്ടാം കൂടി ഇങ്ങനെ പോയി. അബൂജാൽ എന്താ ചെയ്തിക്കണെന്ന് വെച്ചാൽ പെരൻ്റെ മുറ്റത്ത് ഒരു കുയ്യ് ഉണ്ടാക്കി, കുറച്ച് വലിപ്പമുള്ളൊരു കുയ്യ്. അതിൻ്റെ മേലെ ഇങ്ങനെ അലകും കോലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിക്കാണ്. കുയ്യ് ചാടിക്കാനുള്ള പരിപാടിയാണ്. അതാണ് ജിബിരിലൊപ്പം കൂടാണ്ടായ കാരണം അലൈഹിസ്സലാം. മുറ്റത്തേക്കാണ് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കൈ പിടിച്ചിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ ഡൈനിങ് ഹാളിൽ നിന്നിട്ട് ജനലിൻ്റെ കർട്ടൻ നോക്കിയിട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് മൂപ്പര്. ഇപ്പം ചാടുന്ന് എഴുതിയിട്ട് ചാടണില്ല, സൈഡിൽ കൂടിയാണ് പോരുന്നതെന്ന് കണ്ടപ്പോൾ വാതിലും തുറന്നങ്ങാണ്ട് കണ്ട് ഇറങ്ങി ചെന്നിട്ട് മയമതേ ഇതിൽ കൂടെ പോരടാന്ന് പറഞ്ഞങ്ങാണ്ടാണ് ചെന്നതാണ്. കുജിക്കൺ ചാടി. ചിരിച്ചോളി. എന്നിട്ട് ആ പെരേന്ന് ചോറ് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നത്. പറ്റുമോ? നിങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടേലും പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? മൊര്യന്മാരെ കൊണ്ട് പറ്റുമോ? നാടന്മാരെ കൊണ്ട് പറ്റുമോ? ലൈവ് കൊടുക്കുന്ന ആളെ കൊണ്ട് പറ്റുമോ? കസാലയിൽ ഇരിക്കണവരെ കൊണ്ട് പറ്റുമോ? കുട്ടികളെ കൊണ്ട് പറ്റുമോ? ആരെ കൊണ്ടേലും പറ്റുമോ? ആ പെരേന്ന് ഇനി ചോറ് വയ്ക്കാൻ മുഹമ്മദ് നബി ചോറ് വയ്ച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ സ്വഭാവം. നമ്മൾ കാലിൻ്റെ ചിരട്ട കേടുന്നിട്ട് കമ്പിട്ടുങ്ങാണ്ട് ആശുപത്രിയിൽ കിടന്നപ്പോഴേ തിരിഞ്ഞു നോക്കാത്തോനെ വെച്ചുത്തിയിട്ട് കാലിൻ്റെ തള്ളാൻ വിരലുമ്പോൾ കെട്ടിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ പോകാൻ തോന്നുന്ന സ്വഭാവം, അതാണ് മുഹമ്മദ് നബിയുടെ സ്വഭാവം. എത്തും നമ്മളങ്ങോട്ട് നമ്മളാണ്ട് നമ്മളങ്ങോട്ട് എത്തണമെങ്കിലേ എത്ര കൊല്ലം കഴിയേണ്ടി വരും എന്ന് എനിക്കറിയില്ല. കുറച്ച് കൊല്ലമൊന്നും പോരാ. ഏതായാലും നമ്മളെ മോളെ കെട്ടിക്കുമ്പോഴേ കല്യാണം പറഞ്ഞിട്ട് വരാത്തോൻ്റെ മകളെ കെട്ടിക്കുമ്പോൾ കല്യാണം പറഞ്ഞാൽ പോകാൻ തോന്നുന്ന ദുഃഖവർഷം എന്നാണ് ആ കൊല്ലം അറിയപ്പെടുക. നബി തങ്ങളെ സംരക്ഷിച്ചിരുന്ന അബൂ ത്വാലിബും നബി തങ്ങളുടെ സഹധർമ്മിണിയായിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയും ഒരേ കൊല്ലാണ് വഫാത്താകണേ. രണ്ട് സംരക്ഷകരാണ് ആകെ ഭൂമിയിൽ നബി തങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്ന് ഖദീജ ബീവിയും ഒന്ന് അബൂ ത്വാലിബും. രണ്ടാളും ഒരേ കൊല്ലം മരിച്ചു. കുറഞ്ഞ ദിവസം, കുറഞ്ഞ ഡേറ്റിൻ്റെ വ്യത്യാസത്തിൽ. ഭയങ്കര ടെൻഷൻ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ആമുൽ ഹുസ്ൻ എന്ന ദുഃഖവർഷമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായ സംഭവം? നബി തങ്ങൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അല്ല, അതല്ല പിന്നെ ഏതാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ മക്കയിൽ ഒരു നിലക്കും നിൽക്കാൻ കഴിയായിട്ട് ത്വായിഫിലേക്ക് ഹിജ്റ പോവുകയുണ്ടായി. ത്വായിഫിലേക്ക് പോയി. എൻ്റെ ഉമ്മാൻ്റെ കുടുംബക്കാരാണ് ത്വായിഫിലുള്ളത്. ആരും നോക്കിയില്ലെങ്കിലും ഉമ്മാൻ്റെ കുടുംബക്കാർ നോക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്ന് ദീൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് പച്ചവെള്ളം തന്നില്ല. ത്വായിഫിൻ്റെ മരത്തിൻ്റെ ചോട്ടിൽ പോലും നിൽക്കാൻ അവർ എന്നെ അനുവദിച്ചില്ല. ഒരു മലയുടെ താഴ്വാരത്തിരുന്നപ്പം മലൻ്റെ മേലെ കൂടെ കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് തലയിലേക്കിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചവർ, പച്ചവെള്ളം കൊടുക്കാത്തവർ. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിഞ്ഞോടി. 45 കിലോമീറ്റർ ഓടിയിട്ടാണ് നബി തങ്ങൾ ആദ്യമായി നിന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വായിഫ് മദീനത്തുനിന്ന് മക്കത്തുനിന്ന് നേരെ ത്വായിഫിലേക്ക് അങ്ങോട്ടാണ് പോയത്. പക്ഷെ തിരിഞ്ഞ ഇക്കൂടിയല്ല വരുന്നത്. ത്വായിഫുകാർ പിന്നാലെ കൂടിയിട്ടേ ഓൽക്ക് അറിയാത്ത വഴിയിൽ കൂടി ഓടിയതാണ്. വളഞ്ഞു തിരിഞ്ഞാണ് വരുന്നത്. ആദ്യം നിൽക്കുന്നത് 45 കിലോമീറ്റർ ഓടിയിട്ടാണ്. കുറച്ചല്ലത്. ഫസ്റ്റ് സൗദി ഗവൺമെൻറ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നിന്ന സ്ഥലം. 45 കിലോമീറ്ററാണ് ത്വായിഫിൽ നിന്ന് അങ്ങോട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇടങ്ങേറായ സന്ദർഭം ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നാൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന് അനുമതി നൽകിയാൽ ഞാൻ ആദ്യമായി ശുപാർശ നടത്തുന്നത് ത്വായിഫുകാർക്ക് വേണ്ടിയായിരിക്കും. എനിക്ക് ഞാൻ കാണിച്ചു തരടാ, എനിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ പുളിയും പൂക്കുന്നല്ല. എൻ്റെ പുളി പൂത്താൽ ആദ്യത്തെ പുളിങ്ങ് ആർക്ക് കൊടുക്കും? ത്വായിഫുകാർക്ക് കൊടുക്കുന്നേ. അതാ പറഞ്ഞത്. പറ്റുമോ? ഏറ്റവും സംശുദ്ധമായ സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാവണം, അതാണ് വലിയൊരു